ഈ ബ്രഹ്മാണ്ഡത്തിൽ ജനനമില്ലാത്ത, മരണവുമില്ലാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ ഭഗവാൻ ശിവൻ തന്നെയാണ്. പുരാണങ്ങൾ പറയുന്നു, ശിവന് മനുഷ്യരെപ്പോലെ ഒരു ജനനം ഉണ്ടായിട്ടില്ല. അവൻ അജന്മൻ, സ്വയംഭൂ, ആദിദേവൻ. എന്നാൽ അങ്ങനെയെങ്കിൽ ശിവന്റെ ജനനം എന്നു പറയുന്ന കഥ എവിടെ നിന്നാണ് വന്നത്? അതിനുള്ള ഉത്തരമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ബ്രഹ്മാവിനും വിഷ്ണുവിനും തമ്മിലൊരു വാദമുണ്ടായി. ഈ ബ്രഹ്മാണ്ഡത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടി ഞാൻ ചെയ്തതാണ്. വിഷ്ണു പറഞ്ഞു, സൃഷ്ടിയെ നിലനിർത്തുന്നത് ഞാനാണ്. അവരുടെ വാക്കുകളിൽ ജ്ഞാനത്തേക്കാൾ അഹങ്കാരം കൂടുതലായിരുന്നു. അപ്പോൾ ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ച ഒരു ഭീകരമായ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. തുടക്കമില്ല, അവസാനമില്ല. ദേവന്മാർ വിറച്ചു. ബ്രഹ്മാവും വിഷ്ണുവും അമ്പരന്നു. വിഷ്ണു പറഞ്ഞു, ഞാനിതിന്റെ അടിത്തറ കണ്ടെത്തും. അവൻ വരാഹരൂപം ധരിച്ച് ഭൂമിയുടെ അടിയിലേക്കിറങ്ങി. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ മുകളിലേക്ക് പോകാം. അവൻ ഹംസരൂപം ധരിച്ച് ആകാശത്തേക്ക് പറന്നു. കാലം കടന്നു, യുഗങ്ങൾ കടന്നു. എന്നാൽ ആർക്കും അഗ്നിസ്തംഭത്തിന്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ആ അഗ്നിസ്തംഭം ഒരു ദിവ്യരൂപമായി മാറി. ഭസ്മം പൊതിഞ്ഞ ശരീരം, നീലകണ്ഠം, ജടയിൽ ഗംഗ, കൈയിൽ ത്രിശൂലം. അവൻ ശിവനായിരുന്നു. ശിവൻ ശാന്തമായി പറഞ്ഞു, എനിക്ക് ജനനമില്ല, മരണവുമില്ല. ഞാൻ അനന്തൻ. ഞാൻ തന്നെയാണ് പരമസത്യം. ആ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും അഹങ്കാരം ഇല്ലാതായി. അന്ന് പ്രത്യക്ഷപ്പെട്ട അഗ്നിസ്തംഭം തന്നെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ശിവലിംഗം. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: അഹങ്കാരം ഉപേക്ഷിക്കൂ, സത്യം പിന്തുടരൂ, ലളിതമായി ജീവിക്കൂ. ഓം നമഃശിവായ എന്നു വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ശാന്തിയും ശക്തിയും നിറയും. ഇതാണ് ജനനമില്ലാത്ത ദൈവത്തിന്റെ കഥ. ഭഗവാൻ ശിവൻ.